Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല വറുത്തരച്ച നാടൻ മുട്ടക്കറിയുടേതാണ്. അപ്പോൾ ചപ്പാത്തി, പൊറോട്ട, പത്തിരി, വെള്ളപ്പം ഇതുപോലെ ഒരുവിധം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഒരു നാടൻ ടേസ്റ്റാണ്. ഇവിടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മുട്ടക്കറിയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. നല്ല ടേസ്റ്റുമാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 3 മുട്ട പുഴുങ്ങിയെടുക്കാം. മുട്ട വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ പകുതി മുറിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ മതിയാവും. അപ്പോൾ തക്കാളിക്ക് ഏകദേശം വഴന്ന് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. മുളക് പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ആ ഒരു മസാലയുടെ പച്ചമണക്കൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണക്ക് നന്നായിട്ടൊന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നന്നായി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ എന്നിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തേങ്ങ വറുത്തെടുക്കുന്നില്ല. പകുതി വറുത്തതും പകുതി വറുക്കാത്ത തേങ്ങയും കൂടെയാണ് അരച്ചെടുക്കുന്നത്. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് അതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു 3 അല്ലി ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി തേങ്ങ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കറി നന്നായിട്ട് തിളച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വറുത്ത തേങ്ങയുടെ കൂടെ കുറച്ച് പച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല സ്റ്റൗവിൽ വെച്ചിട്ട് ഈ ഒരു സമയത്ത് പുഴുങ്ങിയ മുട്ട തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ 4 ഭാഗത്തും ഇതുപോലെ വരഞ്ഞിട്ടിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. കൂടെ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ കട്ടിക്ക് നോക്കിയിട്ട് കറിയുടെ ഒരു കട്ടിയൊക്കെ നോക്കിയിട്ട് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ സമയം തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു സമയത്ത് ചൂടോടുകൂടി തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും മുകളിൽ വിതറിയിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.